ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ അച്ചാർ ഉണ്ടാക്കാം. നല്ല ചാറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണതെന്ന്. ഇതിനായിട്ട് 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അച്ചാറായതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുമ്പോഴായിരിക്കും അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ വലിയ ഗുണ്ടു പീസൊക്കെ ആയിട്ട് കിടന്നാൽ നമുക്ക് കഴിക്കാനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിച്ച് വരാനും ടൈം എടുക്കും. അപ്പോൾ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യണമായിരിക്കും കേട്ടോ നല്ലത്. വെള്ളമൊക്കെ നന്നായിട്ട് വാർത്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, അതായത് പിരിയമുളകിൻ്റെ പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടിക്ക് സാധാ മുളക് പൊടിയേക്കാളും എരിവ് കുറവാണ് കേട്ടോ. പക്ഷെ നല്ല കളർ ഉണ്ടാവും നമ്മുടെ അച്ചാറിന്. അതേപോലെ തന്നെ നല്ല ഗ്രേവിയും കിട്ടും. കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ സാധാ മുളക് പൊടിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. പക്ഷേ ഇത്രയും ചേർക്കരുത്, കാരണം അതിന് ഭയങ്കര എരിവല്ലേ. അപ്പോൾ ഇതിൻ്റെ പകുതി ചേർത്താൽ മതി. ഒരു 1-1.25 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയോ. 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക്കാണ്. ഇത് നല്ല ഫൈനായിട്ട് ചതച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക്കാണ് കേട്ടോ. ഞാൻ മിക്സിയിലിട്ട് തന്നെയാണ് ചതച്ചിട്ടുള്ളത്. അതായത് പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് ചതച്ചെടുത്തേക്കുവാണ്. നമുക്ക് ഇപ്പോഴും ഇതിനകത്ത് തരികൾ കാണാൻ പറ്റും. ഇത് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർക്കണം. 2 വലിയ ടേബിൾ സ്പൂൺ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് നല്ല ഫൈനായിട്ട് ക്രഷ് ചെയ്ത് ചേർക്കുമ്പോഴായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് അളവ് പറയുവാണെന്നുണ്ടെങ്കിൽ 5 വലിയ അല്ലി വെളുത്തുള്ളിയും 2.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും ഉണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കണത്. ചേരുവകളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, സാദാ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇങ്ങനെ കുഴയ്ക്കണ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇത് ഡ്രൈ ആണോ, ഇതിൽ കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം, 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെ, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, എല്ലാത്തിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മസാല. നമുക്കിത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് വെക്കാം. 30 മിനിറ്റല്ലേ വെക്കണുള്ളൂ. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 30 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ്റെ പീസസ് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പരന്ന പാൻ വെച്ചിട്ട് ചൂടാക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 4-5 ടേബിൾ സ്പൂൺ, അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ചട്ടി അനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴായിരിക്കും ചിക്കൻ കൂടുതൽ രുചി ഉണ്ടാവുക. വെളിച്ചെണ്ണ ചൂടായി വരുന്നേരം തീ ഒരു മീഡിയത്തിലാക്കിയിട്ട് നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇടുമ്പോൾ നമുക്ക് അടുത്തടുത്ത് തന്നെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് കെടുക്കാത്ത രീതിയിൽ അടുത്തടുത്ത് തന്നെ ഇട്ട് കൊടുക്കാം. എന്നാലേ ഇത് കറക്റ്റായിട്ട് ഇത് മുരിഞ്ഞ് വരത്തുള്ളൂ. നമുക്ക് മറിച്ചിടാനും എല്ലാത്തിനും ഒരു സൗകര്യം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പാൻ അനുസരിച്ചിട്ട് നിങ്ങൾ എത്ര ബാച്ചസ് ആയിട്ടൊക്കെ വേണമെങ്കിലും വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ബാച്ചസ് ആയിട്ടാണ് വറുത്തെടുക്കണത്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരും. അന്നേരം നമുക്ക് ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. മുരിഞ്ഞ് വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ എല്ലാം ആവശ്യത്തിന് വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റുമ്പോൾ ഉണ്ടല്ലോ, കണ്ടോ ഇതുപോലെ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് തരികൾ കാണാൻ പറ്റും. അപ്പോൾ ഇതും കൂടിയിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് കോരി മാറ്റുക കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ചട്ടിയിൽ കിടന്ന ഈ തരികളെല്ലാം കൂടി വല്ലാണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ അച്ചാറിൻ്റെ ടേസ്റ്റിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നിടത്തോളം ഇങ്ങനെ തരികൾ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റാം. കുറച്ച് ഓയിൽ ഓൾറെഡി ഈ ചട്ടിയിൽ ബാക്കിയുണ്ട് കേട്ടോ. ഇനി അഥവാ ഓയിൽ ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് ഇതിൽ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ മൂടി വെക്കേണ്ട കേട്ടോ. കാരണം മൂടി വെക്കുമ്പോൾ ചിലപ്പോഴേ ആ അടപ്പിലേക്ക് ഇതിൻ്റെ ആവി വന്നിട്ട് ആ വെള്ളത്തുള്ളികളെല്ലാം വീണ്ടും ചിക്കൻ്റെ കഷ്ണത്തിൽ വീഴും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് മൂടി വെക്കേണ്ട, സൈഡിൽ തന്നെ ഇങ്ങനെ തുറന്നു വെക്കുക. നമ്മൾ കൺമുന്നിൽ തന്നെ തുറന്നു വെക്കാം. ഇപ്പോൾ ലാസ്റ്റ് ബാച്ച് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും കൂടിയിട്ട് എടുത്ത് മാറ്റാം. നമ്മൾ ഒഴിച്ച ഒരു വെളിച്ചെണ്ണയുടെ അളവ് കറക്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒന്നും ഇനി ബാക്കിയില്ല. നമുക്കിത് അങ്ങനെ തന്നെ അങ്ങോട്ട് മാറ്റാം. കണ്ടോ, ഇത്രയും ഉണ്ട് ചിക്കൻ്റെ പീസസ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതേ ചട്ടിയിൽ തന്നെയാണ് നമ്മളിത് അച്ചാറാക്കാൻ പോണത്. ചട്ടിയിലുള്ള പൊടികളും കൂടി നമുക്ക് ചിക്കൻ്റെ കൂടെ തന്നെ അങ്ങ് മാറ്റാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചട്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ചട്ടി യൂസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചട്ടി ഓൾറെഡി ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് നല്ലത് കേട്ടോ. ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലെണ്ണ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണത്.
കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നല്ലെണ്ണ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അച്ചാർ കുറേ നാളത്തേക്ക് കേടാവാണ്ടിരിക്കും. അതിപ്പോൾ നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇത് 1/2 കിലോ ചിക്കനല്ലേ ഉള്ളൂ, ഇതിപ്പോൾ എന്തായാലും അധികം നാൾ ഇരിക്കാൻ പോകില്ല, പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അന്നേരം നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം, 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം, ഒരു 4 വറ്റൽമുളക് മുറിച്ചിടാം. എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 3 തണ്ട് കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ എടുത്തേക്കണത് 11 വലിയ അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും അതേപോലെ തന്നെ 4 ഇഞ്ച് വലിപ്പത്തിലുള്ള വലിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതുമാണ് കേട്ടോ. ഇഞ്ചിയേക്കാളും ഒരു പൊടിക്ക് വെളുത്തുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. വലിയ അല്ലി വെളുത്തുള്ളിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ 7 പച്ചമുളക്, നല്ല എരിവുള്ള 7 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് ചേർക്കാം. തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, പെട്ടെന്ന് മുരിഞ്ഞ് വരും ഇതെല്ലാം കൂടിയിട്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുരുങ്ങി വരും. ഇതുപോലെ ഒന്ന് പകുതി മൂത്ത് വരുന്ന ഒരു സമയത്ത് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഒരു പരുവത്തിൽ മൂത്ത് വരുമ്പോൾ ഏകദേശം ഒരു പകുതി മൂപ്പായി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടികളാണ് ചേർക്കാൻ പോണത്. അതിന് മുന്നായിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം, ഏറ്റവും ലോയിൽ വയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ പിരിയമുളകിൻ്റെ പൊടി, സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ പകുതി ചേർത്താൽ മതി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. തീ നല്ലോണം കുറച്ച് വയ്ക്കുക കേട്ടോ, പുകഞ്ഞു പിടിക്കരുത്. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കണ്ടോ ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് വരും, നല്ല ഡാർക്ക് കളറായിട്ട് വരും. അന്നേരം നമുക്കൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കായപ്പൊടി നമുക്ക് ആദ്യമേ ചേർക്കണ്ട കേട്ടോ, ഇപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്താൽ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി നമുക്ക് ആദ്യം ചേർക്കാം. അതായത് 125 ml വിനാഗിരി. തീ നല്ലോണം കുറച്ച് വയ്ക്കുക കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ മുഖത്തേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. ചട്ടി നല്ല ചൂടായിട്ടിരിക്കല്ലേ. കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളത്തിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് പച്ചവെള്ളമല്ല, നല്ലവണ്ണം തിളപ്പിച്ച് വെട്ടി തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ചൂടോടുകൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലോണം തിളച്ച വെള്ളമായിരിക്കണം. ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം അച്ചാറിലേക്ക് ചേർക്കരുത്, അച്ചാർ അങ്ങനെ തന്നെ കേടായി പോകും. അപ്പോൾ വെള്ളം ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചാറോട് കൂടിയിട്ട് ചെയ്യണ ഒരു അച്ചാറാണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർത്തിട്ട് ചെയ്യണത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ്റെ കഷ്ണം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണല്ലേ, അതിനകത്ത് പറഞ്ഞെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്തോരം ഉപ്പുണ്ടെന്നുള്ളത് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്കൊരു അല്പം ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കണ്ടോ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ ചേർക്കണ്ട, ഒരു കുറച്ച് സെക്കൻഡ് തിളക്കട്ടെ, ഒരു 30 സെക്കൻഡ് ഇങ്ങനെ തന്നെ കിടന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സെക്കൻഡും കൂടി തിളച്ച് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും, തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ അന്നേരം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്തേക്ക് കറിവേപ്പില ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ, ഇതിങ്ങനെ തന്നെ മതി. നമ്മൾ ഓൾറെഡി കറിവേപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ചൊക്കെ. ഉപ്പ് ഇത്തിരി ഒരു പൊടിക്ക് കൂടി നിൽക്കണം, എന്നാലേ ഇതിലേക്ക് ഉള്ളിലേക്കൊക്കെ ഉപ്പ് പിടിച്ച് വരുമ്പോൾ ലാസ്റ്റ് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഉപ്പായിട്ട് തോന്നുള്ളൂ. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. നമ്മുടെ കശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവായിരുന്നെങ്കിലും നമ്മൾ പച്ചമുളകൊക്കെ അത്യാവശ്യം ചേർത്തിട്ടുണ്ടായിരുന്നു, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ആ ടേസ്റ്റും അതേപോലെ തന്നെ ആ ഗ്രേവിയുടെ ഫ്ലേവറും എല്ലാം കൂടി വരുമ്പോൾ അടിപൊളി അച്ചാറാണ്, നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് ചെയ്യുന്ന അച്ചാർ പണ്ട് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ കമൻറ്റ് ചെയ്യുക താഴെ, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.